Hi all, welcome to yet another section. In this video, we are going to look a short summary of the movie Rashomon by Akira Kurosawa. Rashomon was released in the year 1950. It was a Japanese masterpiece of Akira. This film won the prestigious Golden Lion Prize at 1951 Venice Film Festival and also received an honorary Oscar at the 24th Academy Awards. ഇനി നമുക്ക് അക്കീറ കുറോസാവയെക്കുറിച്ച് നോക്കാം. He entered the film industry in 1930 as a painter and assistant director. He directed the films such as Seven Samurai, Rashomon, Dreams, and his first film is Sanshiro Sugata in the year 1943. And he is considered as one of the greatest filmmakers of all time. Before going to the summary of the movie, let's see what is Rashomon effect. ഈ ഒരു ഫിലിമിലൂടെയാണ് ഈ ഒരു പേര് തന്നെ വരുന്നത്. ഒരു ന്യൂ ടൈപ്പ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഒരു ഡിഫറെൻറ്റ് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് ആദ്യമായി യൂസ് ചെയ്യുന്നത് അഖീറയാണ് ഈ ഒരു മൂവിയിലൂടെ, റഷ്മോൻ എന്ന മൂവിയിലൂടെ. അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫിലിമിനെ അപ്രോച്ച് ചെയ്യുന്നത് നമ്മുടേതായ പേഴ്സ്പെക്റ്റീവിലൂടെ ആയിരിക്കും അല്ലേ. പക്ഷേ റഷ്മോൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഫിലിമിലെ 2-3 ക്യാരക്ടേഴ്സ് അവരുടേതായ പേഴ്സ്പെക്റ്റീവിൽ സ്റ്റോറി പറയുന്നതും നമുക്കത് കാണിച്ചു തരുന്നതുമായ രീതിയാണ് റഷ്മോൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതിലൂടെ നമുക്ക് ആ ഒരു പോയിന്റിലൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കണം, നമ്മൾ വിഷ്വലൈസ് ചെയ്ത് എടുക്കണം. ഇത് ഈവൻ മലയാളം ഫിലിംസിൽ വരെ ഈ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഈ ഒരു എഫക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഫിലിംസിന് എക്സാമ്പിളാണ് ഹീറോ, എലിഫൻറ്റ്, ഗോൺ ഗേൾ, ദി ഔട്ട്റേജ് ഒക്കെ. മലയാളം ഫിലിം എന്ന് പറഞ്ഞാൽ യവനിക എന്ന് പറഞ്ഞൊരു മൂവി ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂവിയുടെ മലയാളം സമ്മറി കേട്ടു നോക്കാം. ഇതൊരു വേൾഡ് ക്ലാസിക് മൂവിയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാണ്. ഓക്കെ, നോൺ ലീനിയർ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഇനി ഫ്ലാഷ് ബാക്ക് കറക്റ്റായിട്ടൊരു സീക്വൻസിലൂടെ അല്ല സ്റ്റോറി പോകുന്നത്. ഇന്നോവേറ്റീവ് സിനിമാറ്റോഗ്രഫിയാണ്. ഹി യൂസ് ലൈറ്റിംഗ് ടെക്നിക്, ക്യാമറ ആംഗിൾസ് ടു ക്രിയേറ്റ് എ വിഷ്വലി സ്റ്റണ്ണിങ് ഫിലിം. നമുക്ക് നമ്മുടെ ഫിലിം നോക്കാം. ഈ ഒരു ഫിലിം ടേക്ക് പ്ലേസ് ഇൻ ദ മിഡീവൽ ജപ്പാൻ ആൻഡ് റിവോൾവ് അറൗണ്ട് the murder of samurai and rape of his wife. ഈ ഒരു സ്റ്റോറി 4 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിൻ്റെ പേഴ്സ്പെക്റ്റീവിലൂടെ പറഞ്ഞു പോകുന്നൊരു സ്റ്റോറിയാണ്. ആ 4 ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ബെൻഡിത്ത്, വൈഫ്, സമുറായ് ആൻഡ് വുഡ് കട്ടർ. ദിസ് ഫിലിം ഈസ് ഫുൾ ഓഫ് ട്വിസ്റ്റ്. ഓക്കെ, ഒരു ദിവസം ഒരു ഫോറസ്റ്റിലൂടെ ഒരു ന്യൂലി മാരീഡ് കപ്പിൾസ് ഇങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഓഡിയൻസ് കാണുന്നതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓഡിയൻസ് വിഷ്വലൈസ് ചെയ്യുന്നത് ഹസ്ബൻഡിനെ ആരോ കൊല്ലുന്നു, വൈഫിനെ ഒരാൾ റേപ്പ് ചെയ്യുന്നു. ഇതാണ് ഓഡിയൻസ് പെട്ടെന്ന് കാണുന്നത്. അപ്പോൾ നമുക്കത് മനസ്സിലാവുന്നില്ല ആരാണ് ആ ഹസ്ബൻഡിനെ കൊല്ലുന്നത്, ആരാ വൈഫിനെ റേപ്പ് ചെയ്യുന്നതെന്ന്. ഓക്കെ, അവിടെ നിന്നാണ് ആ ഒരു ഈവൻറ്റിനെ ഡിഫറെൻറ്റ് പീപ്പിൾസിൻ്റെ പേഴ്സ്പെക്റ്റീവിലൂടെ സ്റ്റോറി നറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ആ 4 ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. ആദ്യത്തെ ആ ഒരു പേഴ്സ്പെക്റ്റീവിനെ കുറിച്ച് പറയുന്നത് വുഡ് കട്ടറാണ്. വുഡ് കട്ടർ പറയുന്നത് വുഡ്സ് അന്വേഷിച്ച് ഫോറസ്റ്റിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ഒരാളുടെ ഡെഡ് ബോഡി കാണുന്നത്. പക്ഷേ അയാളത് കാണുന്നത് 3 ദിവസം മുന്നേ ആണ്. അങ്ങനെ ഈ ഒരു കാര്യം കുറച്ച് സുപ്പീരിയർ ഓഫീസേഴ്സിനോടത്തൊക്കെ പറയാനായിട്ട് ഇങ്ങനെ ഇൻസേർച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് ആദ്യം വുഡ് കട്ടർ പറയുന്നത്. അടുത്ത സ്റ്റോറി പറയുന്നത് ആ ഒരു അറ്റാക്ക് ചെയ്ത പേഴ്സൺ ആണ് ടൊജോമാരു. ഇയാൾ ഇവരെ വശീകരിച്ച് ഫോറസ്റ്റിലേക്ക് കൊണ്ടുപോയതാണെന്നും ഹസ്ബൻഡിനെ പെട്ടെന്ന് മരത്തിലേക്ക് ഇങ്ങനെ കെട്ടിയിട്ടതിന് ശേഷം വൈഫിനെ റേപ്പ് ചെയ്തതാണെന്നുമാണ് ഈ ടൊജോമാരു പറയുന്നത്. ആദ്യം വൈഫ് എന്ത് ചെയ്തു, ഹസ്ബൻഡിനെയൊക്കെ ആലോചിച്ചതിങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്തു, ഇങ്ങനെ എതിർത്തു, ആ ഒരു റേപ്പിൽ നിന്നൊക്കെ എതിർത്തു.
പക്ഷേ ഹസ്ബൻഡിൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈഫ് എന്ത് ചെയ്തു, അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ അതിലിവർക്ക് ഒരുപാട് റിഗ്രറ്റ് തോന്നുകയും ലാസ്റ്റ് ഈ വൈഫ് തന്നെ ആ തൊജോമാറുവിനോട് പറഞ്ഞു ഹസ്ബൻഡിനെ അങ്ങ് കൊന്നു കളഞ്ഞേക്കൂ, എന്നിട്ട് ഇവർ ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആ ഒരു അറ്റാക്ക് ചെയ്ത പേഴ്സൺ, ആ തൊജോമാറുവിൻ്റെ പേഴ്സ്പെക്റ്റീവിലൂടെ പറയുന്ന സ്റ്റോറി ഇതാണ്. അയാളാണ് വനത്തിലേക്ക് കൊണ്ടുവന്നതെന്നും അയാളാണ് ഹസ്ബൻഡിനെ കൊന്നതെന്നും വൈഫിനെ റേപ്പ് ചെയ്തതെന്നും. അടുത്ത ഈ സ്റ്റോറി പേഴ്സ്പെക്റ്റീവിലൂടെ പറയുന്നത് വൈഫാണ്, റേപ്പ് ചെയ്യപ്പെട്ട ആ കുട്ടി. അവരുടെ പേര് മസാഗോ എന്നാണ്. അവർ പറയുന്നത് അപമാനിതയായ അവൾ ഹസ്ബൻഡിനെ കാലിൽ വീണിങ്ങനെ ഫൊർഗീവ് ചെയ്യുക, എന്നെ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അയാൾ എന്ത് ചെയ്യുക, ഡിനേ ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. ഹസ്ബൻഡ് ഇരിക്കവേ വേറൊരു ബോയുമായിട്ട് സെക്ഷൽ റിലേഷൻ അല്ലെങ്കിൽ അയാൾ റേപ്പ് ചെയ്തത് ഇയാൾ വിറ്റ്നസ് ചെയ്തതാണ്. അതുകൊണ്ട് ഇവളെ എന്ത് ചെയ്യുന്നു, അയാൾ ഡിനേ ചെയ്യുന്നു, വേണ്ടാന്ന് വെക്കുന്നു. അതിൽ ആ ഒരു ദുഃഖത്തിൽ നിന്നും ഈ വൈഫ് എന്ത് ചെയ്യുന്നു, ഫെയിൻറ്റഡ് ആയിട്ട് വീഴുകയാണ് ചെയ്യുന്നത്. ബോധം കെട്ടിങ്ങനെ വീഴും. കുറച്ച് സമയം കഴിഞ്ഞ് ബോധമൊക്കെ ഒന്ന് ശരിയായി വരുമ്പോഴേക്കും ഇവൾ കാണുന്നത് ഹസ്ബൻഡ് ഇങ്ങനെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. വാൾ കൊണ്ടിങ്ങനെ കുത്തേറ്റിങ്ങനെ കിടക്കുന്ന പോലെയാണ് വൈഫ് അവിടെ കാണുന്നത്. ഇനി അടുത്ത ഈ സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത് മരിച്ച ആളുടെ ബോഡിയിലുണ്ടായിരുന്ന ഒരു ഗോസ്റ്റാണ് ആ ഒരു സ്റ്റോറി പറയുന്നത്. ഇയാൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദി റേപ്പ് വൈഫ് റിക്വസ്റ്റഡ് ടു കിൽ ഹർ ഹസ്ബൻഡ് ടു തൊജോമാറുവിനോട് പറഞ്ഞു ആ ഒരു റേപ്പിന് ശേഷം ഹസ്ബൻഡിനെ അങ്ങ് കൊന്ന് കളയൂ, വൈഫിനെ ചതിച്ചത് കൊണ്ട് സ്വയം മരിച്ചതാണെന്നും പിന്നീട് അയാൾ പറയുന്നുണ്ട്. ഇതാണ് അയാളുടെ പെർസ്പെക്റ്റീവിൽ പറയുന്നത്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് പറയുന്നത് വീണ്ടും ഉഡ്കട്ടർ വന്ന് സംസാരിക്കുകയാണ്, ഈ ഒരു ഇവൻറ്റിനെ നറേറ്റ് ചെയ്യാണ്. ഇയാൾ ആദ്യം പറഞ്ഞ കാര്യം കള്ളമാണെന്നും ആ ഒരു റേപ്പിന് ശേഷം തൊജോമാറു ഈ ഒരു റേപ്പ് ചെയ്യപ്പെട്ട കുട്ടിയോട് പറഞ്ഞു എന്നെ വിവാഹം ചെയ്യൂ, അതിനെനിക്ക് താല്പര്യമുണ്ട് എന്ന് പറയുമ്പോൾ ഇവൾ ഒരു മറുപടിയും പറയാതെ അതിന് പകരം എന്ത് ചെയ്യുന്നു, ഹസ്ബൻഡിനെ ആ ഒരു കെട്ടിയാണല്ലോ വനത്തിൽ വെച്ചിരിക്കുന്നത്, ആ കെട്ട് അഴിച്ചു മാറ്റി അയാളെ സ്വതന്ത്രനാക്കി വിടും. എന്നിട്ട് ആ ഒരു സ്ത്രീക്ക് വേണ്ടി അപ്പോൾ ഈ ഹസ്ബൻഡ് പറയും ഇങ്ങനെ ഒരു സ്ത്രീക്ക് വേണ്ടി മരിക്കാനായിട്ട് ഞാൻ ഒട്ടും റെഡിയല്ല, പക്ഷേ അയാൾക്കൊരു ഹോസ് ഉണ്ട്, ആ ഹോസിന് വേണ്ടിയിട്ട് വരെ ഞാൻ മരിക്കാൻ റെഡിയാണ്, പക്ഷേ ഇങ്ങനെയൊക്കെ എന്നെ ചെയ്താൽ ഹസ്ബൻഡ് ഇരിക്കവേ മറ്റൊരു പുരുഷനുമായിട്ട് ഇങ്ങനെ ഒരു റേപ്പിലൊക്കെ ഏർപ്പെട്ട ഒരു സ്ത്രീക്ക് വേണ്ടി മരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുകയും ഹോസിന് വേണ്ടി മരിക്കാൻ റെഡിയാണെന്ന് പറയുകയും ചെയ്യുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ തൊജോമാറുവിന് എന്ത് ചെയ്യുന്നു, ഈ ഒരു വൈഫിൻ്റെ അടുത്തുണ്ടായിരുന്ന ആ ഒരു ഇൻട്രസ്റ്റൊക്കെ ലോസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇവരെല്ലാവരും കൂടെ ഒരു ഭയങ്കരമായൊരു കോറലിലേക്ക്, ഒരു ഫൈറ്റിലേക്ക് പോവുകയും അങ്ങനെ ഹസ്ബൻഡ് മരിക്കുന്നു. ആ ഒരു ഫൈറ്റിനിടയിൽ ഹസ്ബൻഡ് മരിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം ഹസ്ബൻഡാണ് മരിച്ചത് എന്ന് റിയലൈസ് ചെയ്യുന്ന സമയം വൈഫിങ്ങനെ കരഞ്ഞുകൊണ്ട് ഓടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു സ്റ്റോറി. പക്ഷേ ഈ ഒരു സ്റ്റോറിക്കൊരു ക്ലൈമാക്സ് ഉണ്ട്. ഒരു ടെമ്പിൾ വച്ചിട്ട് വുഡ് കട്ടർ, പ്രീസ്റ്റ്, കമോണർ ഒരു കൊച്ചൊരു ബേബി കരയുന്നത് ഇങ്ങനെ കേട്ടിട്ട് ആ സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ വരും. വന്നതിന് ശേഷം നല്ലൊരു മഴ അവിടെ ഉണ്ടാവുന്നു. വുഡ് കട്ടർ പെട്ടെന്ന് ആ കുഞ്ഞിനെ എടുക്കും, വളർത്താനായിട്ട് ആ കൊച്ചിനെ എടുക്കും. പക്ഷെ ആ ഒരു പ്രീസ്റ്റ് പറയും ഇതൊരു ചതിയാണ് അല്ലെങ്കിൽ ഇതൊരു മോഷണമാണെന്ന് പറയും. എന്നിട്ട് അതിന് ശേഷം കുഴപ്പമൊന്നുമില്ല, സാരമില്ല എന്ന് പറയുകയും ആ ഒരു മഴ അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അയാൾ എന്ത് ചെയ്യും, വുഡ് കട്ടർ ആ ബേബിയായിട്ട് പോവാണ് ചെയ്യുന്നത്. ഇവിടെ വെച്ച് ഈ ഒരു ഫിലിം ഇവിടെ എൻഡ് ആവാണ്. ഇപ്പോൾ ഈ ഒരു ക്ലൈമാക്സിൽ നമുക്ക് റീഡേഴ്സ് നോട്ട് ദി ഓത്തേഴ്സിൻ്റെ ഒരു വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ ബേബി ആരാണ്. കാരണം അതൊരു ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസാണ്, അവർക്ക് ബേബി ഒന്നുമില്ല. പക്ഷെ ലാസ്റ്റ് വന്ന ഒരു ബേബി ആരാണ്, അവിടെ വെച്ച് ഈ ഒരു ഫിലിം എൻഡ് ഓൺ ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഒരു ഫിലിമിൻ്റെ തീംസായിട്ട് സബ്ജക്റ്റിവിറ്റി ഓഫ് ട്രൂത്ത്, മൊറാലിറ്റി ആൻഡ് എത്തിക്സ്, ഹ്യൂമൻ നേച്ചറൊക്കെ പറയാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു മൂവിയുടെ ഷോർട്ട് സമ്മറി. ഇമ്പോർട്ടൻ്റ് ആണ് റഷ്മോൺ എഫക്റ്റ്. Hope you all got understand. If you have any doubt, ask in the comment section. Thanks for hearing.